നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. സ്നേഹവും ആനന്ദവും പങ്കുവയ്ക്കുന്ന വേള. വെൽക്കം ടു ജീസസ് കിഡ്സ്. കുസൃതിയിലും വികൃതിയിലും സൗഹൃദത്തിന്റെ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുന്ന കൂട്ടുകാർ റെഡി. കാട്ടിലെ കൂട്ടുകാർ. മിസ്റ്റർ കിടിലൻ, ഈ അന്വേഷണം എങ്ങും എത്താതെ സ്ഥലം മാറി പോകേണ്ടി വന്നതിൽ എനിക്ക് അതിയായ വിഷമമുണ്ട് കേട്ടോ. അറിയാം സാർ, അതിനെക്കുറിച്ച് സാറ് പറഞ്ഞല്ലോ. ആ ഒരു കാര്യം കുറ്റവാളി ആരായാലും ശരി, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നേ പറ്റൂ. ശരി സാർ, അതിനുവേണ്ടിയായിരിക്കും ഇനിയുള്ള എന്റെ പ്രവർത്തനം. കിടിലൻ, നിങ്ങളുടെ ഏത് സഹായത്തിനും ഇവിടെ വമ്പൻ സാർ ഉണ്ടായിരിക്കും. കേസുമായി ബന്ധപ്പെട്ട എന്തും സാറുമായി സംസാരിക്കാവുന്നതാണ്. ഓക്കെ സാർ. Wish you all the best. Thank you, sir. പള്ളിയിൽ ഇന്ന് സാധാരണയിലും ആളുണ്ടല്ലേ? ശരിയാ, എല്ലാവരുടെയും മനസ്സിലെ ദൈവിക ചിത്ത കടന്നു വരുന്നതിന്റെ ലക്ഷണ. അല്ലേലും വിശ്വാസികളല്ലാത്തവരെ ആരുമില്ല. പള്ളിയിൽ പോകാനൊന്നും ആരും മെനക്കെടില്ലെന്ന് മാത്രം. നമ്മൾ എന്തൊക്കെ ആവശ്യങ്ങൾക്കായി സമയം ചെലവാക്കുന്നു, അതിന്റെ ഒരു അംശം പോലും വരില്ല ഈ പുണ്യപ്രവൃത്തിക്ക്. എല്ലാവരുടെയും വിശ്വാസം മനസ്സിലങ്ങോട്ട് ഒളിപ്പിച്ചു വെക്കും. അത് പുറത്ത് കാണിക്കുന്നതിന് എന്താ തെറ്റ്? ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ പറയാനും അവയ്ക്ക് പരിഹാരം കാണാനും ആ പള്ളിയിൽ പോകുന്നത്. അത് നോക്കിക്കേ, കപിലിന്റെ ചികിത്സാ സഹായ ഫണ്ടിന്റെ കാര്യ. എന്റെ ദൈവമേ, ഈ ഒരു പ്രശ്നം എത്രയായി? ഇതുവരെ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. അതെ അതെ, പോലീസ് എന്തുമാത്രം അന്വേഷണം നടത്തി, പക്ഷേ ഒരെത്തും പിടിയും കിട്ടിയില്ല. ഏതോ പഠിച്ച കളറ് ഇതിന്റെ പിന്നിൽ. അല്ലാതെ എന്തായാലും പുതിയ അന്വേഷണ തലവൻ വരുന്നുണ്ട് എന്നാ കേട്ടത്. നേരാണോ അത്? അതെ, പങ്കിലങ്കാട്ടിലെ പ്രമാദമായ കേസ് തെളിയിച്ച ആളാ. കേസ് അന്വേഷണത്തിന് വിളിപ്പിച്ച് പോകേണ്ടി വരുമല്ലോ. അത് നേരാ, കഴിഞ്ഞ ഉദ്യോഗസ്ഥന്മാര് നമ്മളെയൊക്കെ ചോദ്യം ചെയ്തതല്ലേ. ഓർക്കുമ്പോ നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനും പേടിക്കണം? എന്തായാലും ഇല്ലതേ, ഈ പ്രാവശ്യമെങ്കിലും യഥാർത്ഥ പ്രതിയെ കണ്ടെത്തിയാൽ മതിയായിരുന്നു. ഏതായാലും വരുന്നിടത്ത് വെച്ച് കാണാം. എന്നാ ശരി. ഓക്കെ, പോവാം. സാറേ, സംഗതി അല്പം കോംപ്ലിക്കേറ്റാ. അറിയാം സാർ, അറിയാം. എന്റെ ഭാഗത്തു നിന്നും എല്ലാ പിന്തുണയും ഉണ്ടാവും. രൂപ 1ഉം 2ഉമല്ല, 5 ലക്ഷമാ. ശരിയാണ് സാർ, എനിക്ക് സംഭവം നടന്ന വീടും പരിസരവും കാണണം. ചില ആളുകളെയൊക്കെ ഒന്ന് ചോദ്യം ചെയ്യാനുണ്ട്. ആയിക്കോട്ടെ, ഞാനൊന്ന് കുളിക്കട്ടെ. ഇപ്പൊ തന്നെ നമുക്ക് പോകാം. താങ്ക് യു സാർ. സാറേ, കപില് വളരെ അവശതയിലാണല്ലോ. ഓപ്പറേഷൻ ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞു, പണം ഇതുവരെ കിട്ടിയിട്ടില്ല. ചേട്ടാ,
ഇവിടെ നിത്യം വരാറുള്ള ആളുകൾ ആരൊക്കെയാ? അത് പിന്നെ കോവർ, മോട്ടു, പപ്പീസ്, ഗംഭീർ, പീലി, അങ്ങനെ പലരും വരാറുണ്ട് സാർ. അവരെയൊക്കെ ചോദ്യം ചെയ്തതാ സാറേ. ഓക്കെ ഓക്കെ. ആരാ സാറേ പണം ഇവിടെ എത്തിച്ചത്? കോവർ ചേട്ടനും പീലിയും. സാറേ എനിക്ക് കുറെ ആളുകളെ ചോദ്യം ചെയ്യാനുണ്ട്. സാറേ ഞാൻ പറഞ്ഞല്ലോ ഏത് കാര്യത്തിനും ഞങ്ങളുടെ സഹായം ഉണ്ടാകുമെന്ന്. പിന്നെ ചേട്ടൻ പേടിക്കണ്ട കേട്ടോ. ഓപ്പറേഷൻ ചെയ്യാനുള്ള പണം ചേട്ടന് തിരിച്ചു കിട്ടും. വളരെ നന്ദിയുണ്ട് സാർ. എങ്കിൽ പോകാം സാർ. ശരി സാർ. കപിലെ വിഷമിക്കണ്ട കേട്ടോ. കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നടക്കും. ദൈവം കാത്തു. സാറേ എനിക്ക് ലൈബ്രറി വരെ ഒന്ന് പോകണം. ഓക്കെ സാർ, ഞാൻ വിളിക്കാം. ഇനിയും ഹെൽപ്പ് വേണ്ടി വരും. തീർച്ചയായും എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചോളൂ, ഞാൻ വരാം. ഓക്കെ, താങ്ക് യു. ഇക്കാലത്തും മണ്ണിൽ പണിയെടുക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, വണ്ടർഫുൾ. ഈ കാട് ഒരു സാധാരണ കാടല്ല, ദൈവത്തിന്റെ സ്വന്തം കാടാ. വെരി ഗുഡ്. നിങ്ങൾ പറയുന്നത് സത്യമാണോ? അതെ സാറേ, സത്യമാ സത്യമാ. നിങ്ങൾ ഈ പണവുമായി പോകുന്നത് മറ്റാരെങ്കിലും കണ്ടിരുന്നോ? കണ്ടിരുന്നോന്ന് ചോദിച്ചാ എന്നിട്ടിത് നിങ്ങൾ ഇതിനു മുമ്പുള്ള ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിരുന്നു? ഇല്ല സാറേ, ഇല്ല സാറേ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചത്? അത് പിന്നെ ഞാന് മിണ്ടി പോകരുത്. കള്ളത്തരത്തിന് കൂട്ടു നിന്നിട്ട്. ഇല്ല സാറേ, ഞങ്ങള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ പണവുമായി പോകുന്നത് കണ്ടത് ആരെയാ? പപ്പീസ് പപ്പീസ്. എന്താവശ്യത്തിനും എപ്പോ വിളിച്ചാലും തിരിച്ചു വരണം, മനസ്സിലായോ? ശരി സാറേ. ഓക്കെ, എങ്കിൽ പോയിക്കൊള്ളൂ. വേഗം പൊക്കോ. സാറേ, ഞങ്ങളെ കൊറേ ചോദ്യം ചെയ്തു. സത്യസന്ധമായിട്ടാ കാര്യങ്ങൾ അവതരിപ്പിച്ചതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായോ? ആർക്കറിയാ, ഞങ്ങളോട് കുറെ ചൂടായി. പ്രതിയെ കിട്ടാത്തതിലുള്ള ദേഷ്യത്തിലാ സാറ്. ഓർക്കുമ്പോ പേടിയാവാ. അതൊന്നും സാരമില്ലെന്നേ, നഷ്ടപ്പെട്ട പണം കിട്ടണം, അത്ര തന്നെ കാര്യം. അത് ശരിയാ. സാർ, നിങ്ങളുടെ കാട്ടിലെ കളവ് കേസിന്റെ ചുരുളഴിയാൻ തുടങ്ങുകയാണ്. ആളെ പിടികിട്ടിയോ? പിടികിട്ടിയില്ല, പക്ഷേ കോവറും പീരിയും ചില തെളിവുകളൊക്കെ നൽകിയിട്ടുണ്ട്. ആവൂ, രക്ഷപ്പെട്ടല്ലോ. കപിലിന്റെ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് നടത്താം. അതെ സാറേ, അടുത്ത ദിവസം എല്ലാവരെയും സ്റ്റേഷൻ വരെ ഒന്ന് വിളിപ്പിക്കണം. അവിടെ വെച്ച് നമുക്ക് യഥാർത്ഥ പ്രതിയെ പിടിക്കാം. സാറേ, പോലീസ് സ്റ്റേഷനേക്കാൾ നല്ലത് എന്റെ വീടല്ലേ, അവിടെ ആർക്കും സംശയമുണ്ടാകില്ല. ഓ നേരാ, സാറ് പറഞ്ഞതാ ശരി. അപ്പോ വമ്പൻ സാറിന്റെ വീട്ടിൽ തന്നെയാകാം. താങ്ക് യു സാർ. എന്ത് സഹായം വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ, താങ്ക് യു. എല്ലാവരും എത്തണമെന്ന് പറഞ്ഞിട്ട് പീലി എവിടെയാ? പീലിയുടെ അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് ആശുപത്രിയിൽ പോയിരിക്കുകയാ. ഓഹോ, വളരെ വിഷമം പിടിച്ചൊരു കേസാണ് ഈ സാമ്പത്തിക കളവ് കേസ്. എന്റെ അന്വേഷണത്തിന്റെ പല മേഖലയിൽ ഈ കേസ് എന്നെ കുഴപ്പിച്ചു. ആരാവും പ്രതിയെന്ന് കണ്ടെത്താൻ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വന്നു.
എന്താ ഇത്? നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആരാവും ഒറിജിനൽ പ്രതിയെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയില്ല. അതെന്താ? ചിലപ്പോ ഈ പണവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാളായിരിക്കാം. ദൈവമേ, ആരായിരിക്കും? ഇനിയിപ്പോ പണം വീട്ടിലെത്തിച്ച പീലിയായിരിക്കാം പ്രതി. ശ്ശോ, ഭയം കൊണ്ടായിരിക്കാം അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞു വരാതിരുന്നത്. പാവമുണ്ട്. ചിലപ്പോ ഇതിലൊന്നും പെടാത്തവരായിരിക്കാം പ്രതി. യാദൃശ്ചികമായി ഈ പണം കൈക്കലാക്കിയത് അയാളായിരിക്കും. വളരെ യാദൃശ്ചികമായിട്ടാണ് പ്രതിയിലേക്ക് നീളുവാനുള്ള തെളിവ് എനിക്ക് കിട്ടിയത്. എന്തായാലും പ്രതിയെ കണ്ടെത്തിയല്ലോ. കോവറും പീലിയും പണം കപിലിന്റെ വീട്ടിലെത്തിക്കുന്നത് കണ്ടത് ഒരേ ഒരാളാ, പപ്പീസ്. ഞാനല്ല സാറേ പണം മോഷ്ടിച്ചത്. ഞാനല്ല സാറേ പണം മോഷ്ടിച്ചത്. പപ്പീസ് മോഷ്ടിച്ചെന്ന് ഞാൻ പറഞ്ഞോ? ഞാനല്ലേ? ആശ്വാസമായി. രക്ഷപ്പെട്ടു. വമ്പൻ സാർ, ഞാൻ കോവറും പീലിയും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പപ്പീസിനെ ചോദ്യം ചെയ്തു. അതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. പപ്പീസ് അല്ല മോഷ്ടിച്ചതെന്ന്. പക്ഷേ പപ്പീസ് പറഞ്ഞതറിഞ്ഞത് മുഖേന മറ്റൊരാളാണ് ആ പണം മോഷ്ടിച്ചത്. ഞാൻ പറഞ്ഞറിഞ്ഞു. ഈശ്വരാ, ഈ കേസിലെ യഥാർത്ഥ പ്രതി ഗംഭീർ. ഞാനൊന്നുമല്ല, എനിക്കൊന്നും അറിയില്ലട്ടാ. സത്യം പറയുന്നതാ നല്ലത്. നുണ കൊണ്ടുണ്ടാക്കിയ മുഖംമൂടി നീക്കി ഗംഭീർ എല്ലാം തുറന്നു പറഞ്ഞോളൂ, അതാ നല്ലത്. സാറേ, ഞാൻ എല്ലാം പറയാം സാറേ, ഞാൻ എല്ലാം പറയാം. എവിടെ പോയത് പപ്പീസ്? ഞാനേ ഒരു പിരിവ് കഴിഞ്ഞ് വരുന്ന വഴിയാ. പിരിവ്? അതേന്ന്, കപിലിന്റെ ചികിത്സാ സഹായ പിരിവ്. എന്നിട്ട് പണൊക്കെ എവിടെയാ? അത് കോവറേട്ടനും പീലിയും കപിലിന്റെ വീട്ടിൽ കൊണ്ടുകൊടുക്കാൻ പോയിരിക്കുകയാ. ഇതിപ്പോ എന്താണിത്? നീ എന്താ വായിക്കുന്നത്? ഇതെന്ത് ബുക്കാ കയ്യിൽ? എങ്ങോട്ടാ ഇത്ര ധൃതി? പിന്നെ പറയാട്ടോ, പിന്നെ പറയാം. ചേടാ, ഓ മൈ ഗോഡ്. ഈ ഗംഭീറിന്റെ കയ്യിലുള്ള പുസ്തകത്തിൽ വായിച്ച ഒരു അന്ധവിശ്വാസത്തിന്റെ പരിണിത ഫലമാണ് ഈ മോഷണം. സാറേ, ഞാനാ പണം മോട്ടിച്ചത്. എന്റെ വിവരമില്ലായ്മ കൊണ്ടാ. ഗംഭീർ വായിച്ച പുസ്തകത്തിൽ നിന്നും ഒരു അന്ധവിശ്വാസ കഥ വിശ്വസിച്ചു. പണം കുഴിച്ചിട്ടാൽ ഇരട്ടിയാകുമെന്ന്. അത് പ്രകാരം പണം മോഷ്ടിച്ച് കുഴിച്ചിട്ടു. ശരിയല്ലേ? ശരിയാ സാറേ. അന്ന് പപ്പീസിനെ കണ്ടപ്പോ എന്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകമായി എല്ലാറ്റിനും കാരണം. ബാക്കി പറയൂ. ഞാൻ വിചാരിച്ചു പണം കുഴിച്ചു കിട്ടുമ്പോ ഇരട്ടി പണം പകുതി കപിലിന് കൊടുക്കാമെന്ന്. പക്ഷേ പറയൂ. ഞാൻ കുഴിച്ചിട്ട സ്ഥലം മറന്നുപോയി സാറേ. അതാണ് എനിക്ക് തെളിവായത്. ഞാനൊരു ദിവസം ഈ കാട്ടുവഴിയിലൂടെ നടന്നു പോകുമ്പോ ഈ ഗംഭീർ പല സ്ഥലത്തായി മണ്ണ് മാന്തുന്നത് കണ്ടു. അങ്ങനെ സംശയം തോന്നിയ ഞാൻ ഗംഭീറിനെ ചോദ്യം ചെയ്തത്. എന്തിനായിരുന്നു ഗംഭീർ ഇതൊക്കെ? പണത്തിനോടുള്ള അത്യാഗ്രഹം. ഗംഭീർ, നീ കാരണം ഒരു ജീവനാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. സാറേ, എന്നോട് ക്ഷമിക്കണം സാറേ, എന്നോട് ക്ഷമിക്കണം സാറേ. സാറേ, എന്നോട് പൊറുക്കണം എനിക്ക് സാറേ. ഗംഭീർ, എന്താണിത്? മക്കളെ, നിങ്ങൾ ഇത്തരം പുസ്തകങ്ങൾ വായിച്ച് അന്ധവിശ്വാസത്തിലൂടെ സഞ്ചരിക്കരുത്. ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ദൈവവചനം ഉരുവിട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുക. ഏതായാലും വളരെ നന്ദിയുണ്ട് സാറേ. സാറ് ചെയ്ത ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. എന്റെ ഡ്യൂട്ടി തീർന്നിട്ടില്ല. ഈ ഗംഭീർ കുഴിച്ചു വെച്ച പണം കണ്ടെത്തി ആ കപിലിനെ ഏൽപ്പിക്കണം. ഞങ്ങളുമുണ്ട് സാർ, സാറിന്റെ കൂടെ. എങ്കിൽ നമുക്ക് പോകാം. കുസൃതികളുടെ കഥാകാഴ്ചയ്ക്ക് ശേഷം പാവച്ചങ്ങാതിയുടെ വചനക്കാഴ്ച. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ, ഹായ് ടിങ്കു. ഓ ടിങ്കു, ഇന്ന് നല്ല ഉടുപ്പൊക്കെ ഇട്ടാണല്ലോ വന്നിരിക്കുന്നത്. എന്താ കാരണം? നല്ലോണം കാണാം.
പിന്നെ നല്ല ഉടുപ്പാണ്. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഓ, ഈ ഉടുപ്പ് ഇട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാനായിട്ടേ. താങ്ക് യു അങ്കിൾ, താങ്ക് യു അങ്കിൾ. ഓക്കെ, ആരാ ഈ ഉടുപ്പ് വാങ്ങി തന്നത്? അതെ, അങ്കിളല്ല. അങ്കിളല്ലാന്ന് എനിക്കറിയാം, കാരണം ഞാൻ വാങ്ങി തന്നതാണെങ്കിൽ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, എന്നാൽ പറയൂ, ആരാ നിനക്ക് ഈ ഉടുപ്പ് വാങ്ങി തന്നത്? എൻ്റെ ഒരു കൂട്ടുകാരൻ. ഓ, കൂട്ടുകാരനാണോ? ഓ, അത് ശരി. എന്താ കൂട്ടുകാരൻ ഈ ഉടുപ്പ് വാങ്ങിത്തരാൻ കാരണം? എന്നോട് വളരെ ഇഷ്ടമാണ്. ഓ, നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നോണ്ടാണല്ലേ. ഓക്കെ, പക്ഷെ നീ ഉടുപ്പിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നോ? അങ്കിൾ, ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഓ, അത് ശരി. എന്നിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നത്? അങ്കിൾ പറഞ്ഞൊരു കാര്യമല്ലേ? എന്ത്? ഒരു വാക്യം. ഏത് വാക്യത്? അവൻ ആ നിങ്ങൾക്കായി ആ കരുതുന്നതാകിയാൽ ആ നിങ്ങളുടെ ആ സകല ചിന്താകുലവും ആ അവൻ്റെ മേലിട്ടോളിൻ. ആരുടെ മേലിട്ട് കൊള്ളുവിന്ന്? ദൈവത്തിൻ്റെ മേൽ. ഓ, അത് ശരി. ബൈബിളിലെ ഒരു വാക്യം ടിങ്കു ഓർത്തതുകൊണ്ടാണ് ഈ കാര്യം എന്നോട് പറയാതിരുന്നത്. എന്തായിരുന്നു ആ വാക്യം എന്നാ ടിങ്കു പറഞ്ഞത്? അവൻ ആര്? ദൈവം നിങ്ങൾക്കായി നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ കരുതുന്നത് കൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടോളിൻ. ഓ, അത് ശരി. വെരി ഗുഡ്. ദൈവം നമ്മളെ കരുതുന്ന ഒരു ദൈവമാണ്. എത്രയോ ശ്രേഷ്ഠകരമായ കാര്യമാണല്ലേ. നമ്മുടെ ജീവിതത്തിലെ ഓരോ ആവശ്യങ്ങളും ഒരു പക്ഷേ നമ്മുടെ പപ്പയോ മമ്മിയോ സഹോദരനോ സഹോദരിയോ മനസ്സിലാക്കിയില്ല എന്ന് വരാം. പക്ഷേ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിയുന്ന ഒരു ദൈവമുണ്ട്. ടിങ്കുവിൻ്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. താൻ ദൈവത്തോട് അത് പറഞ്ഞു. സമയത്ത് തന്നെ ദൈവം അത് നൽകി. പ്രിയ കൂട്ടുകാരെ, ടിങ്കുവിനെ മാത്രമല്ല ഈ ദൈവം കരുതുന്നത്, നമ്മളെ ഓരോരുത്തരെയും കരുതുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് ഒരു കാര്യം അറിയണം. എന്താ അറിയേണ്ടത്? ദൈവം എല്ലാവരെയും കരുതും. ദൈവം എല്ലാവരെയും കരുതും. അങ്ങൾ ഒരു കഥ പറയാം. ഒരു സംഭവ കഥയാണ് കേട്ടോ. എന്താ അങ്ങൾ? ഒരു സ്ഥലത്ത് ഒരു മിഷണറി ഉണ്ടായിരുന്നു. എന്താ മിഷണറി എന്ന് പറഞ്ഞാൽ? ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു വെച്ച വ്യക്തികളാണ് മിഷണറിമാർ. അവർ വിവിധ സ്ഥലങ്ങളിൽ പോയി അവിടെയുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കി ആളുകളെ സഹായിക്കുകയും അവരോടുകൂടെ താമസിക്കുകയും അവരെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന കടമയാണ് മിഷണറിമാർ ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് ഒരു മിഷണറി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് മുള്ളർ എന്നായിരുന്നു. എനിക്കറിയാം. ജോർജ് മുള്ളർ എന്നറിയാവോ? പേരറിയാമെന്നാണ് പറഞ്ഞതല്ലേ. ഓക്കെ. ഈ ജോർജ് മുള്ളർ ഒരു വളരെ വലിയ ഒരു അനാഥശാല നടത്തുകയായിരുന്നു. അതെ. അപ്പം അവിടെ അനാഥരായ ഒരുപാട് കുട്ടികളുണ്ട്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, വലിയ സാമ്പത്തികമായി ഒന്നുമില്ലാത്ത കുട്ടികൾ, അങ്ങനെയുള്ളവരെയൊക്കെ ഒരുമിച്ച് കൂട്ടി അവർക്ക് ആഹാരവും പിന്നെ വസ്ത്രവും വിദ്യാഭ്യാസമൊക്കെ നൽകുന്നതാണ് ഈ ജോർജ് മുള്ളർ അങ്കിൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് എന്തുണ്ടായങ്ങൾ? അവിടെ ഒരു ദിവസം ഭക്ഷണശാലയിലെ ഭക്ഷണം വെക്കുന്നയാൾ ജോർജ് മുള്ളറിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സാറേ, ഇന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഒന്നുമില്ല. ഈ ജോർജ് മുള്ളർ അങ്കിൾ വളരെ നല്ലൊരു പ്രാർത്ഥനാ വീരനായിരുന്നു. അദ്ദേഹം ധൈര്യത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ കുട്ടികളുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, മക്കളെ, നമ്മളിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ കൂടെ ഞാനും ഇന്നുണ്ട്. എല്ലാവരും പ്ലേറ്റുകൾ എടുത്തു വെച്ചു. ദൈവത്തോട് അവർ ഭക്ഷണത്തിന് വേണ്ടി നന്ദി പറയാനായിട്ട് തുടങ്ങി. അതെ, തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കും, ഭക്ഷണമില്ലാതെ പിന്നെ എങ്ങനെയാണ് ദൈവത്തിന് നന്ദി പറയുക? എന്തുവാ? എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, ആർക്കും അത് മനസ്സിലായില്ല. കുഞ്ഞുങ്ങൾക്ക് ആർക്കും അറിയത്തില്ല അടുക്കളയിൽ ഒരു ഭക്ഷണം പോലും ഉണ്ടാക്കിയിട്ടില്ലെന്ന്. എന്നാൽ വിശ്വാസത്തോടെ ഈ ജോർജ് മുള്ളറും തൻ്റെ സഹപ്രവർത്തകരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ അനാഥശാലയിൽ ചില ആളുകൾ ഗസ്റ്റായിട്ട് വന്നു. അവർ ബ്രെഡ് ടൗണിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളായിരുന്നു. ഈ അനാഥശാലയുടെ മുമ്പിൽ വന്നപ്പോൾ അവരുടെ വാഹനം കേടായി. പിന്നീട് അവർക്ക് കൊണ്ടുപോയി അത് സെയിൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവർ ചിന്തിച്ചു, ഈ അനാഥശാലയിൽ കൊടുത്താൽ അത് ഒരു ഉപകാരമായി തീരും. അങ്ങനെയാണ് അവർ അവിടെ കടന്നു വന്നത്. എനിക്ക് മനസ്സിലായി. എന്താ നിനക്ക് മനസ്സിലായത്? തീർച്ചയായിട്ടും അന്ന് അവരുടെ ആവശ്യം മനസ്സിലാക്കി ദൈവം അവരെ കരുതിയ ഒരു സംഭവ ചരിത്രമാണിത്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അറിയുന്ന ഒരു ദൈവമുണ്ട്. ടിങ്കുവിനെ പോലെ,
ജോർജ് മുള്ളറങ്ങളെ പോലെ നമ്മുടെ ആവശ്യങ്ങളിൽ കരുതുന്ന വലിയവനായിരിക്കുന്ന ദൈവം, ആ ദൈവത്തോട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നാം പങ്കുവെക്കണം. അവനോട് നാം എന്നും പ്രാർത്ഥിക്കണം. അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഓക്കെ, ബൈ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ അയക്കേണ്ട സമയം. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. വീണ്ടും കാണുന്നതുവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. നന്ദി, നമസ്കാരം.